മാഷ വീട് ആക്രമിക്കുമെന്നും പറഞ്ഞിട്ട് എല്ലാവരും പോയിക്കൊള്ളണം എന്ന് പറഞ്ഞു. ഒരുവിധ ആളെല്ലാം പോയിന്, ഒരുവിധം കൂട്ടരെല്ലാം പോയിന്, ഒരുവിധ ആൾ പോയിട്ടുമില്ല. മാഹിന്ന് അമ്മമ്മ വയസ്സായിട്ടാ കയ്യും പിടിച്ച് പോയതാ. എന്നിട്ട് അവിടെ നിന്ന് തന്നെ മരണപ്പെട്ട പിന്നെ അങ്ങനെ തന്നെ. എല്ലായിടക്ക് ചേച്ചിക്ക് സുഖമില്ലാണ്ടായി, പ്രസവിച്ചിട്ട് കുട്ടി മരിച്ചു പോയി. ഓറി കാർക്കാറ്റി വടകരയിലേക്ക് കൊണ്ടുപോയി. അന്നേരം കുട്ടി മരിച്ചിന് ഓർ കയറിയ എല്ലാം പോയിന്. അപ്പനെല്ലാം ഒന്ന് വന്നിന്, കുറേ ആളും കൂടി വന്നപ്പാട് തന്നെ പോയി. ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നിട്ട് ഡോക്ടറെയും കൂട്ടി വന്നിട്ട് അപ്പാട് ഉടനെ തന്നെ പോയി. ഒരു ഉച്ചക്കങ്ങനെ ഉച്ചക്ക് ചോറ് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. അച്ഛൻ പീടിയ ചോറ് കൊണ്ടുപോകുമ്പോൾ ആൾക്കാർ ഇവിടുന്നാന്നുള്ള അറിഞ്ഞിട്ട് കുറേ ആൾ കൂടിയിട്ട് ചോറ് മടക്കി ഇങ്ങോട്ട് കൊണ്ടുപോകണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് തുടങ്ങി. നമ്മളിവിടെ ചോറൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല, വേഗം എല്ലാവരും. അപ്പോൾ അച്ഛൻ കുട്ടികളെയെല്ലാം കൂട്ടിയിട്ട് മൈതിലെടുത്തിനെയും കുട്ടികളെ ഓറാടിയാക്കി. അച്ഛൻ്റെ നമ്മളിങ്ങ് പറമ്പെത്തും. നമ്മളോട് ഓടിക്കോന്ന് പറഞ്ഞ് എല്ലാവരും മാഷ വീട് കത്തിച്ചളിയും, എന്തെങ്കിലും വിഷമം വരും എല്ലാവരും പോയിക്കോണം. അന്നേരം അച്ഛൻ്റെ അമ്മ വയസ്സായിട്ടല്ലേ, കയ്യും പിടിച്ച് നമ്മൾ പോയി ഒരു കെട്ട് ഓലക്കണ്ണി എടുത്തിട്ട്. അന്നേരം വഴിക്കന്ന് ഒരാൾ ചോദിച്ചു ഇതെന്തിനാ ഓലക്കണ്ണിന്ന്. അപ്പോൾ തടിയുണ്ടേ പുല്ലും പറിച്ചൂടെ. അന്നേരം ഞാൻ പറഞ്ഞു വയസ്സായാൾക്ക് അന്ന് സ്റ്റൗവും ഗ്യാസൊന്നും ഇല്ലല്ലോ, ഇത്ര ചായ എന്തെങ്കിലും വെള്ളം കൊടുക്കണ്ടേ, പുറപ്പിച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഓലക്കണ്ണി എടുത്തത്. ഇത് ഇലക്ഷനല്ലേനാ, ഈ ഇലക്ഷൻ്റെ കാർഡെല്ലാം കത്തിച്ചായിരുന്നു തോന്നുന്നു. അപ്പൻ്റെ മഹാജന പാർട്ടിക്കാരാറ്റം കത്തിച്ച അതാ ലഹള തുടങ്ങിയെന്നാ, അല്ല ശരീരി കേട്ടതാണ്. കത്തിച്ചളഞ്ഞ് അതാണ്. പിന്നെ അപ്പനെയൊന്നും വെച്ച് വെക്കില്ലല്ലോ, ഒടിച്ച് കൂട്ടിക്കളിയില്ലേ. പിന്നെ അങ്ങനെ പിന്നെ ഒളിവിലല്ലേ അപ്പനെല്ലാം ഇങ്ങോട്ട് കയറാണ്ട് രണ്ട് കൊല്ലം അങ്ങനെ യൂണിയനിൽ. ആപ്പൻ സ്റ്റേഷൻ്റെ അങ്ങ് യൂണിയനിൽ തന്നെ ഏതോ വീടാറ്റം വാടകയ്ക്ക് വാങ്ങിയിട്ട് അവിടെ താമസിച്ച് അവിടെ കിഴങ്ങെല്ലാം നട്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് കൃഷിയെല്ലാം നടത്തി. കിഴങ്ങിൻ്റെ എല്ലാം കുറേ അഭ്യർത്ഥികളുണ്ടേനു. ഒരിക്കലും കഞ്ഞി മുളക് പൊടിയെല്ലാം വെച്ചിട്ട് ചെറിയ തോതിൽ കുറേ ദിവസം കഴിഞ്ഞ് കൂടിയും പിന്നെ ഓരോരുത്തരുടെ ഭാഗത്ത് പോയി. ഒന്നിച്ചുള്ള ആളെല്ലാം കുറേ ഇവിടുന്ന് പോയിനെ. അപ്പൻ്റെ അറിവിലുള്ള ആളെല്ലാം പെണ്ണുങ്ങളും എല്ലാം ഉണ്ടേനു. അച്ഛൻ്റെ പിന്നെ പീടിയെല്ലാം നശിച്ചു പോയി ഇതേ സംഗതിക്ക്, സകലം പോയിന്. അച്ഛനാപ്പാടെ തീരെ ഇതില്ല, ഗതികെട്ട പോലെ ആയിപ്പോയിന്. ഇങ്ങനെ മാറിയിട്ടെല്ലാം ആക്കിയിട്ട് കച്ചവടമെല്ലാം പോയി, എല്ലാം വിട്ടുപോയതല്ലേ. അങ്ങനെ കുറേ കോഴികളുണ്ടേനു, അതിനെല്ലാം ചെമ്പിലാക്കിയിട്ട് ആരോ കൊണ്ടുവന്ന് ഇവിടെ പണിക്കുള്ള ആരോ എത്തി. കുറേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആ കോഴികളെല്ലാം ചത്തുപോയി ഞാൻ അണ്ണിയെടുത്തിട്ട്. പിന്നെ കുറേ കഴിയുമ്പോൾ ഇടയ്ക്കെല്ലാം നമ്മൾ പേടിച്ചുകൊണ്ട് വാതിൽ കാണാടെല്ലാം തുറക്കും. അവിടെ ഇതെല്ലാം നോട്ടീസെല്ലാം പറ്റിച്ചിന്, ഇതെന്തോ പറ്റിച്ചിന്, തുറക്കാൻ പാടില്ല എന്നുള്ള. ഫ്രഞ്ചാറ ആയിരിക്കും. അങ്ങനെ ചെതൽ പിടിച്ചെല്ലാം കക്കോലും എല്ലാം വീഴാനായിട്ടില്ലേ, കുറേ ഭാഗം വീണിന് എല്ലാം ചെയ്തിട്ടില്ലേ. തൂണെല്ലാം മുറിഞ്ഞ് വീണിന് തൂണിനൊരു കുത്തു കൊടുത്തത് അച്ഛൻ കുറേ കാലം. അന്നേരം ഏട്ടൻ്റെ മംഗലത്തിനല്ലേ ഇതെല്ലാം മാറ്റിയത്. ഞാൻ അത്രക്കും ബുദ്ധിമുട്ടിനെ അപ്പൻ്റെ ഇലകളൊക്കെ, ചില്ലറ ബുദ്ധിമുട്ടൊന്നല്ല ബുദ്ധിമുട്ടി.